പേരറിയാത്തൊരു വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരറിയുന്നവർ കമൻറ്റിലിട്ടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഐഡിയയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ ഇനി വലിച്ചെറിഞ്ഞ് കളയണ്ട, അത് വെച്ചിട്ടൊരു ഗുഡ് ഐഡിയ ഉണ്ട് കേട്ടോ. നാട്ടിൽ പോയപ്പോഴേ നല്ല അടിപൊളി ഒരു വിത്ത് കിട്ടി, 3 വിത്ത് കിട്ടിയിട്ടാ. നല്ല അമരപ്പയറൊക്കെ പോലെ ഇരിക്കും, എനിക്കത് എത്ര അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ ആ വിത്ത് എനിക്ക് 3 എണ്ണം കിട്ടി. നല്ല വലിയ പയറിൻ്റെ മണി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏത് വിത്താണെന്നുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. അപ്പം ഞാൻ സാധാരണ നടുന്ന പോലെ തന്നെ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞത് സിമെൻറ്റ് ജാക്ക് ഒരു കയറൊക്കെ വെച്ച് കെട്ടി മറിച്ചെടുത്ത് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ട് ഫുള്ള് കരിയില നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസാണ്. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് വെളിച്ചെണ്ണയുടെ കുപ്പിയാണ് കേട്ടോ. പിന്നെ അതിങ്ങനെ അടിവശം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മളിന്ന് കുപ്പി വെച്ചിട്ടാണ് ഈ വിത്ത് മുളപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കരിയിലയിൽ നമ്മൾ ഈ ഒരു കുപ്പി ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ആ സൈഡിലിരിക്കണുണ്ട് ആ ഒരു ചുമന്ന വിത്താണ്. അമരപ്പയറിൻ്റെ വിത്താണോ എനിക്ക് അറിഞ്ഞുകൂടാ. അമരപ്പയറല്ല കേട്ടോ സംഭവം, നല്ല വലിയൊരു പയറാണ്. അപ്പോൾ അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. വിത്തായിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. നമുക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, മാമാടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടിവശം പിന്നെ മുകൾ വശം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ, ഒരു റൗണ്ട് പോലെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഒരു ചാക്കിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്ത് ഇതിൽ മുളപ്പിച്ചെടുത്താൽ നമുക്ക് ഇനി വേറൊരു ഭാഗത്തേക്ക് പറിച്ച് നടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിമൻറ്റ് ചാക്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു തൈ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാമത് പറിച്ച് നടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണത്. പിന്നെ നമ്മൾ കുറച്ച് മണ്ണാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടിയിലേക്ക് വേര് പൊയ്ക്കോളും. ഇപ്പം തൈ വലുതായി വരുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് മാറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുല്ലപ്പൂവൊക്കെ നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞിട്ടുണ്ട്, നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ശിങ്കിടി ഇത് അവിടെ ഇരുന്നിട്ട് പിന്നെ ഫോൺ നോക്കിയിരിക്കാറ് കേട്ടോ. പൂവിൻ്റെ അടുത്ത് ഇവിടെ കുറേ പൂക്കളുണ്ട്, റോസ് ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, മലസ്റ്റോം ഉണ്ട്, പിന്നെ മുല്ല ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ടോ അതോ ഫോണിൽ തന്നെ നോക്കിയിരിക്കാനാവോ? അപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെക്കേഷനില്ലേ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് 3 പയറിൻ്റെ വിത്താണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാവുമ്പോൾ ഞാനിതിൻ്റെ അപ്ഡേഷനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വിത്ത് നന്നായി മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പടർന്ന് പന്തലിച്ച് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ, അത് വീഡിയോയുടെ ലാസ്റ്റ് കാണാം കേട്ടോ, വിത്ത് മുളച്ചതൊക്കെ. അപ്പോൾ നമ്മൾ ഈ വിത്ത് ഞാൻ നടാൻ പോവുകയാണ്. അപ്പോൾ 3 വിത്തും ഞാൻ ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് നട്ടു കേട്ടോ. നട്ടുക എന്ന് പറഞ്ഞത് ഇതേപോലെയാണ്. ഇനി ഇത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ മുളച്ച് വരാൻ വേണ്ടിയിട്ടൊരു ഗുഡ് സൂത്രമുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പയറിൻ്റെ വിത്ത് ഇങ്ങനെ 3 എണ്ണം വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ കരിയിലയുടെ മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിയില അമുങ്ങാൻ വേണ്ടിയിട്ട് ഇത്തിരി കാണാമല്ലേ, കുറച്ച് മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിന് ഒട്ടും വെയിറ്റ് ഇല്ല, അങ്ങനെ സിമ്പിളായിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ എടുത്ത് പൊക്കാട്ടോ. അപ്പോൾ നമ്മുടെ കവറൊക്കെ എന്താ പറയുക, കയറൊക്കെ കെട്ടിയിട്ട് മറിച്ചെടുത്ത സിമൻറ്റ് ചാക്കാണ് ഇത്. നല്ല ഉറപ്പാണ് കേട്ടോ. ഈ ഒരു ഗ്രോ ബാഗ് ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു ബാഗ് നമുക്ക് 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിക്കാം കേട്ടോ, ഇങ്ങനത്തെ സിമൻറ്റ് ചാക്ക്. അപ്പോൾ സിമൻറ്റ് ചാക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ചെയ്തിട്ട് നട്ടോട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വിത്ത് മുളച്ചിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് വേറെ നനയൊന്നും കൊടുക്കണില്ല. പിന്നെ പിറ്റത്തെ ദിവസം മുതൽ ഒരു നേരം നനച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ട്. എന്നിട്ട് എനിക്ക് 3-ാമത്തെ ദിവസം എനിക്ക് വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് കാണുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ നനച്ചു കൊടുത്തിട്ടാണ്. ഇനി നമ്മളിത് തണലത്ത് വെക്കുകയാണ് ചെയ്യുന്നത്, വിത്തൊക്കെ മുളച്ച് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല വെയിലല്ലേ ടെറസിൽ, അപ്പോൾ ആ വെയിലത്തല്ല വെക്കണത്, അതിനെ ഞാൻ എൻ്റെ തണലത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇവിടെ തണലത്താണ് ഞാനും പിന്നെ നമ്മുടെ പുതിനൊക്കെ വെച്ചിട്ടുള്ളത്. പുതിന ഒരിക്കലും വെയിലത്ത് വെക്കരുത് കേട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോവേ. അത് കാരണം പുതിന ഞാൻ തണലത്താണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഞാൻ വിത്ത് മുളപ്പിക്കുന്നത് പുതുതായിട്ട് നടുന്നതൊക്കെ ഈ തണലത്ത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ചാക്കിൻ്റെ കുറേ കെട്ടൊക്കെ ഇരിക്കേണ്ട ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3-ാമത്തെ ഗ്രോ ബാഗും ഞാൻ അതിൻ്റെ താഴെ തണലത്ത് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് വിത്ത് മുളച്ച ദിവസത്തെ വീഡിയോ കാണട്ടോ. അപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇതിൻ്റെ ഉള്ളിൽ 3 വിത്ത് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മുളച്ചു, ഒരെണ്ണം അങ്ങനെ മുളച്ച് വരുന്നു, രണ്ടാമത്തത് മൂന്നാമത്തത് അങ്ങനെ ചെറുതായിട്ട് പൊന്തി വരണുള്ളൂ കേട്ടോ.
പിന്നെ ഇപ്പം ഞാനിന്ന് സൗണ്ട് കൊടുക്കുന്ന ദിവസമായപ്പോഴേക്കും അത് നല്ല കുറച്ചും കൂടി വലിയ തൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ആഴ്ചയിൽ ചെയ്തതാണ്. അത് പിന്നെ ഇപ്പോൾ അത് നന്നായി നമ്മൾ വെയിലത്തേക്കൊക്കെ വെച്ച് നല്ല രീതിയിൽ പടർത്താനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു വിധത്തിലാവുമ്പോൾ ഞാനിതിൻ്റെ അപ്ഡേഷൻ ഇടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി തൈ വേര് അതിൻ്റെ അടിയിലേക്ക് പോയി കിട്ടിയാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇനി വേറെ വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അടിയിലേക്ക് വേര് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.